നമസ്കാരം. ഫുട്ബോൾ പേരിന്റെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ കാർലോ ആൻസലോട്ടി ഇറക്കിയ ശേഷം ചാബി അലോൺസോ ഇറയിൽ ഒരു ഫസ്റ്റ് ഒഫീഷ്യൽ മാച്ചിൽ ഒഫീഷ്യൽ ഫ്രണ്ട്ലി മാച്ച് ഒന്നും കളിച്ചിട്ടില്ല, ഒരു ഫസ്റ്റ് മാച്ച്, അത് ഒരു ഒഫീഷ്യൽ മാച്ചിൽ തന്നെ ഫസ്റ്റ് ചാബി അലോൺസോ റയൽ മാഡ്രിഡ് അൽ ഹിലാലിന് അഗേൻസ്റ്റ് കളിക്കുന്നത് നമ്മൾ കണ്ടു. ഒരു ഇവഞ്ചലി അതിന്റെ ഒരു ഡിസപ്പോയിന്റിംഗ് റിസൾട്ട് ആയിരിക്കാം ഫോർ മാഡ്രിഡ് ഫാൻസ്. 1-1 സമനിലയിലാണ് മത്സരം പിരിഞ്ഞത്. സോ നമുക്കറിയാം ഇത് ഫസ്റ്റ് മാച്ചാണ്. നമ്മൾ ഫസ്റ്റ് മാച്ചിൽ റിസൾട്ട് വെച്ചോ അല്ലെങ്കിൽ ആദ്യത്തെ മാച്ചിലെ ഓവറോൾ പെർഫോമൻസ് വെച്ചോ നമുക്ക് വിലയിരുത്തുന്നതിന് ഒരു ഇതുണ്ട്. കാരണം എൻറ്റയർലി ഡിഫറെന്റ് ഫിലോസഫി അഥവാ എൻറ്റയർലി ഒരു ഡിഫറെന്റ് സിസ്റ്റം. ഈവൻ ടീബോ കോർട്ടോയും പോസ്റ്റ് മാച്ച് വന്ന് പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാം. ആകപ്പാടെ 3-4 ട്രെയിനിങ് സെഷൻസ് അണ്ടർ ചാബി അലോൺസോ ഇവർ കളിച്ചിട്ടുള്ളൂ. സോ അവരിപ്പോഴും കഴിഞ്ഞ 4 വർഷമായിട്ട് കാർലോ ആൻസലോട്ടിയുടെ അണ്ടർ കളിച്ച ആ ഒരു ഇത് കഴിഞ്ഞു വരുന്ന ഒരു പ്ലേയേഴ്സ് ആണ്. സോ ഡെഫിനറ്റ്ലി ഫസ്റ്റ് മാച്ചിൽ തന്നെ ചാബി അലോൺസോ എന്താണോ പിച്ചിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുന്നത് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത് അത് മണ്ടത്തരമാണ്. അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. സോ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ടേക്ക് ടൈം. സോ ഇന്നത്തെ മാച്ചിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് ഹാഫിൽ ട്രെന്റ് അലക്സാണ്ടർ-ആർണോൾഡ്, ഡീൻ ഹഡ്സൺ, റൗൾ അസൻസിയോ, ഫ്രാങ്ക് ഗാർഷ്യയാണ് ബാക്ക് ഫോർവേഡാണ് ഇറങ്ങിയത്. സോ ഫ്രണ്ടിൽ ഗോൺസാലോ ഗാർഷ്യയാണ് സ്റ്റാർട്ട് ചെയ്തത്. എംബാപ്പെ പനി കാരണം കളിച്ചില്ല. സോ മിഡ്ഫീൽഡിൽ ബെല്ലിംഗം, ചൗമനി, അതുപോലെ തന്നെ വാൽവേർഡെ ആയിരുന്നു. സോ ഇന്നത്തെ മാച്ചിലോട്ട് വരുമ്പോഴേക്കും നമ്മൾ കൂടുതൽ കണ്ടത് ട്രെന്റ് അലക്സാണ്ടർ-ആർണോൾഡ് ഇൻവേർട്ട് ചെയ്ത് മിഡ്ഫീൽഡിലോട്ട് കയറി ഗാർഷ്യ, ഡീൻ ഹഡ്സൺ, റൗൾ അസൻസിയോ ഒരു ബാക്ക് ത്രീം ഫോം ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഫസ്റ്റ് ഹാഫിന് നമ്മൾ നോക്കാനായിട്ടാണ് അത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ഒന്ന്, എസ്പെഷ്യലി റയൽ മാഡ്രിഡിന്റെ മിഡ്ഫീൽഡ് പ്രസ് അൽ ഹിലാൽ ബൈപ്പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. കൂടാതെ ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ലോഡിയും അവരുടെ ഒരു അറേബ്യൻ പ്ലെയർ തന്നെ ഷവാനിയോ അങ്ങനെ പറയുന്ന ഒരുത്തരും അവിടെ റിയലി അവിടെ പൊക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. മെയിൻലി ട്രെന്റ് അലക്സാണ്ടർ-ആർണോൾഡ് പലപ്പോഴും ഇൻവേർട്ട് ചെയ്ത് കയറുമ്പോൾ പുള്ളിയുടെ മാത്രം മിസ്റ്റേക്ക് അല്ല, റയൽ മാഡ്രിഡ് ചീപ്ലി ബോൾ ഫസ്റ്റ് ഹാഫിൽ ഗീവ് അവേ ചെയ്യുന്നുണ്ടായിരുന്നു. സോ പുള്ളി ഇൻവേർട്ട് ചെയ്ത് ചൗമിനിയോടൊപ്പം ഒരു ഡബിൾ പ്യൂറ്റ് ഫോം ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ ബോൾ ഈസിലി ചീപ്പ് ഗീവ് അവേ ചെയ്യുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ, അതായത് അവരുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇഷ്ടം പോലെ സ്പേസസ് ഓപ്പൺ അപ്പ് ആവുന്നുണ്ടായിരുന്നു. സോ പലപ്പോഴും റോഡ്രിഗോയ്ക്ക് ഓവർ ഡിഫൻസീവ് വർക്ക് എടുക്കേണ്ട ആവശ്യം വരുന്നുണ്ടായിരുന്നു റൈറ്റ് ഹാൻഡ് സൈഡിൽ. അതുപോലെ തന്നെ ട്രെന്റ് അലക്സാണ്ടർ-ആർണോൾഡ് ചില സിറ്റുവേഷൻസിൽ ക്ലോസ് ഡൗൺ ചെയ്യാനായിട്ട് ലേറ്റും ആവുന്നുണ്ടായിരുന്നു. അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ബട്ട് അഡാപ്റ്റ് ചെയ്യും നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ. ഫസ്റ്റ് ഹാഫിൽ റൗൾ അസൻസിയോ വാസ് റിയലി ബാഡ്. അതിനെക്കുറിച്ച് പെനൽറ്റിയും ഗീവ് അവേ ചെയ്ത റൗൾ അസൻസിയോ ആണ്. പക്ഷെ അതിനെക്കുറിച്ച് പോസ്റ്റ് മാച്ച് ചോദിച്ചപ്പോൾ ഈ വാസ് റിയലി ടയേർഡ് എന്നാണ് പറഞ്ഞത്. നമ്മൾ കണ്ടു ക്രാമ്പ് ആയിട്ട് വിനീഷ്യസ് ജൂനിയർ ലാസ്റ്റ് കയറി പോകുന്ന കണ്ടു. അവനെ റൗൾ അസൻസിയോക്ക് ഹീറ്റ് ഒട്ടും താങ്ങാൻ പറ്റുന്നില്ലായിരുന്നത് ചാബി അലോൺസോ പോസ്റ്റ് മാച്ച് എന്ന് പറഞ്ഞു. ഈ വാസ് സ്ട്രഗ്ലിംഗ് എന്ന് പറഞ്ഞു. സോ അതെല്ലാം നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. സോ റൗൾ അസൻസിയോയും ഫസ്റ്റ് ഹാഫിൽ ഒരു മോശം കളിയും കൂടെ ആയിരുന്നപ്പോഴേക്കും റയൽ മാഡ്രിഡ് ഡിഫൻസീവ്ലി കുറച്ച് ഷെയ്ക്കായി. അതുപോലെ തന്നെ വൺ ടു പ്രസ് എന്നുള്ളത് ഇപ്പോൾ ചാബി അലോൺസോയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ നമുക്കറിയാം കുറച്ചുകൂടി പ്രസ്സിംഗ് ഇന്റൻസിറ്റി കൂടുതലുള്ള മാനേജറാണ്. എക്സ്ട്രാ അഗ്രസീവ്ലി പ്രസ് ചെയ്യാൻ കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്ന ഒരു മാനേജറാണ് ഇൻ സിറ്റുവേഷൻസ്. സോ കുറച്ചുകൂടെ കോമ്പാക്ട് ആയിട്ട് വിത്തൗട്ട് ദ ബോൾ അവർ കോമ്പാക്ട് ആയിട്ട് ഡിഫെൻഡ് ചെയ്ത് പ്രസ് ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് നോക്കുന്ന സിറ്റുവേഷൻസിൽ പ്രസ് ഇനിഷ്യേറ്റ് ചെയ്യേണ്ടത് എപ്പോഴാണെന്നുള്ള രീതിയിൽ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആയിരിക്കുന്നത്. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കണ്ടു. ബട്ട് സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ കുറച്ചുകൂടെ ബെറ്ററായി. പക്ഷേ എന്നാൽ ഫസ്റ്റ് മാച്ചാണ്. ഇതൊക്കെയാണ് ഒരു നെഗറ്റീവ് പോയിന്റ്സ് പറയാനായിട്ടാണ് ഉള്ളത്. കൂടാതെ വർക്ക് ലോഡിന്റെ കാര്യത്തിൽ എസ്പെഷ്യലി വിനീഷ്യസ് ജൂനിയറും മറ്റുമൊക്കെ ചില സിറ്റുവേഷൻസിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമുക്കറിയാം ഇതൊരു വലിയ ചാമ്പ്യൻസ് ലീഗ് മാച്ചോ വലിയൊരു ഫൈനലോ ഇതൊന്നുമല്ല. പക്ഷെ എന്നാലും ക്ലബ് വേൾഡ് കപ്പാണ്, ഫസ്റ്റ് മാച്ചാണ്. ചില സിറ്റുവേഷൻസിൽ കുറച്ച് ലേസി ആയിട്ട് നിൽക്കുന്ന പോലെ തോന്നിയിരുന്നു. സോ മേ ബി ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ചില സിറ്റുവേഷൻസിൽ ഫ്രാങ്ക് ഗാർഷ്യയ്ക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് വിനി വരാതെ പോലെ തോന്നിയിരുന്നു. അങ്ങനത്തെ 2-3 സിറ്റുവേഷൻസും ഉണ്ടായത്. പിന്നെ ഈ ട്രെൻഡിനെ ഇൻവേർട്ട് ചെയ്തപ്പോൾ പറ്റിയ ഒരു മിസ്റ്റേക്കും എസ്പെഷ്യലി റയൽ മാഡ്രിഡ് ചീപ്പിലി ബോൾ ഗീവ് അവേ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പം ഗൂളർ ഇറങ്ങി റൗൾ അസൻസിയോനെ മാറ്റി ആൻഡ് ചൗമനി സെന്റർ ബാക്ക് ആയിട്ട് ആക്ട് ചെയ്യുന്ന കണ്ടു. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പം ഗൂളർ കുറച്ചുകൂടെ ഫ്ലൂയിഡ് ആക്കി റയൽ മാഡ്രിഡ് അറ്റാക്ക്. അൽ ഹിലാൽ നമ്മൾ നോക്കാനായിട്ടാണ് 1-1 ഈക്വലൈസ് ചെയ്തതിന് ശേഷം റയൽ മാഡ്രിഡ് കുറച്ചുകൂടെ വലിഞ്ഞാണ് കളിച്ച. അവർ ഫസ്റ്റ് ഹാഫ് കാണിച്ച ഒരു അറ്റാക്കിംഗ് ഇന്റൻസിറ്റി കാണിച്ചിട്ടും ഇല്ലായിരുന്നു. പക്ഷേ ഡിഫൻസീവിൽ അവർ സോൾഡ് ആയിട്ട് തന്നെ സെക്കൻഡ് ഹാഫ് നിൽക്കുകയും ചെയ്തു. പക്ഷേ സെക്കൻഡ് ഹാഫ് ആയപ്പോൾ റയൽ മാഡ്രിഡ് കുറച്ചുകൂടെ ഫ്ലൂയിഡായി. മെയിൻ റീസൺ ഗൂളർ പിച്ച് വന്നത് റിയലി ഒരു ചേഞ്ച് തന്നെയായിരുന്നു. നമുക്കറിയാം ഗൂളറിന്റെ ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു. പുള്ളി ഒരു പൊസിഷൻ റൈറ്റ് ഹാൻഡ് സൈഡ് കീപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ ഒരു നമ്പർ 10 റോൾ കളിക്കുക അങ്ങനെയല്ല, ഒരു പർട്ടിക്കുലർ പൊസിഷൻ അല്ലായിരുന്നു. പുള്ളി പലപ്പോഴും ഡ്രോപ്പ് ചെയ്ത് ബിൽഡപ്പ് ഫേസിൽ സെന്റർ ബാക്കിന്റെ അല്ലെങ്കിൽ ഗോൾ കീപ്പറിന്റെ ബോൾ റിസീവ് ചെയ്ത് ബിൽഡപ്പ് ഫേസിൽ ആക്ട് ചെയ്യുന്ന കണ്ടു. കൂടാതെ നമ്മൾ കണ്ടു ആ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഹാഫ് സ്പേസസിലും ആള് പൊസിഷൻ ചെയ്ത് കണ്ടു. സോ പുള്ളിക്ക് ഒരു ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഉണ്ടായിരുന്നു. സോ പുള്ളി മാഡ്രിഡ് മാച്ചിൽ അപ്കമിങ് മാച്ചസിൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള രീതി, അഥവാ താൻ സ്റ്റാർട്ട് ഡിസേർവ് ചെയ്യുന്നുണ്ട്, അഥവാ ഞാൻ വന്നാൽ കുറച്ചുകൂടി ഫ്ലൂയിഡ് ആയിട്ട് റയൽ ചാബി അലോൺസോ സിസ്റ്റം കളിക്കും എന്നുള്ളൊരു ഗ്ലിംസസ് വന്നിട്ടുണ്ട്. സോ ആരെ നെക്സ്റ്റ് മാച്ച് സാക്രിഫൈസ് ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സോ ലെറ്റ്സ് എംബാപ്പെ നെക്സ്റ്റ് മാച്ച് വരുന്നുണ്ട്. ഗോൺസാലോ ഗാർഷ്യ ആണ് ഇന്നലെ ആ ഗോൾ സ്കോർ ചെയ്തത്. സോ അതൊരു പ്രോപ്പർ കൗണ്ടർ അറ്റാക്ക് ത്രൂ വന്ന ഗോൾ തന്നെയാണ്. ബിൽഡപ്പിലും ഗോൺസാലോ ഗാർഷ്യ ഇൻവോൾവ് ആയിരുന്നു. ഗോൺസാലോ ഗാർഷ്യ, വിനി, വാൽവേർഡെ, അതുപോലെ തന്നെ റോഡ്രിഗോയുടെ ഒരു കിഡിലം ബോളാണ് ആ ഒരു
ഗോൺസാലോ ഗാർഷ്യയിലോട്ട് പോയത്. സോ അതിനുശേഷം ലാസ്റ്റ് ഒരു പെനൽറ്റി റയൽ വിൻ ചെയ്തിരുന്നു. അത് വാൽവേർഡെ അടിച്ചത് ബോണോ സേവ് ചെയ്യുകയും ചെയ്തിരുന്നു. റീബൗണ്ട് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. സോ 1-1 മേ ബി ലാസ്റ്റ് ഒരു വിക്ടറി എടുത്തോണ്ട് പോയിരുന്നു. പക്ഷേ ഇവഞ്ച്വലി ഒരു ഫെയർ റിസൾട്ട് എന്ന് പറയാം. ഒരു സ്റ്റാർട്ടാണ്. ഇനിയും അടുത്ത 2 മാച്ചുകളോടുണ്ടല്ലോ ഗ്രൂപ്പ് സ്റ്റേജിൽ. സോ ലെറ്റ്സ് സീ റയൽ എങ്ങനെ കളിക്കുമെന്നുള്ള കാര്യം. എന്താണ് നിങ്ങൾക്ക് ഈ മാച്ചിലുള്ള ഓവറോൾ ഒപ്പീനിയൻ? നമ്മൾ ഫസ്റ്റ് മാച്ച് വെച്ച് ഓവറോൾ വിലയിരുത്തുന്നില്ല. സോ നമുക്ക് അപ്കമിങ് മാച്ചസ് തുടങ്ങി നമ്മളും കണ്ടാണ് എല്ലാ ടീമുകളും സ്റ്റാർട്ടിലെ ഫസ്റ്റ് മാനേജറിന്റെ ഫിലോസഫീസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പാടാണ്, ടൈം എടുക്കും ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട്. അതും പ്രോപ്പറായിട്ടൊരു ട്രെയിനിങ് സെഷനോ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ 3-4 ട്രെയിനിങ് സെഷൻസും പിന്നെ ഫസ്റ്റ് മാച്ചുമാണ്, ഒരു പ്രാക്ടീസ് മാച്ച് പോലും കളിച്ചിട്ടില്ല. സോ ലെറ്റ്സ് സീ എന്തായാലും ചാവിയുടെ റയൽ എങ്ങനെ പോകുമെന്ന്. അവിടുന്ന് മറ്റ് കുറച്ച് മാച്ചുകൾ പറയാനായിട്ടാണ് ഇന്നലെ സിറ്റി വൈദാദ് എ സി മൊറോക്കൻ ക്ലബ്ബായ വൈദാദുമായിട്ട് 2-0 ഒരു വിക്ടറി നേടി. അതുപോലെ തന്നെ പച്ചൂക്ക സാൾസ്ബർഗിനോട് 2-1 തോറ്റു. സാൾസ്ബർഗ് 2-1 ജയിച്ചു. അതുപോലെ യുവന്റസ് അല്ലൈൻ എന്ന് പറയുന്ന UAE ക്ലബിനെ 5-0 തോപ്പിച്ചിട്ടുണ്ട്. സോ സിറ്റിയുടെ മാച്ചും മറ്റുമൊക്കെ നമ്മൾ നോക്കാനായിട്ടാണ് ഒരു റെഡ് കാർഡൊക്കെ വന്ന മാച്ചായിരുന്നു. കൂടാതെ ടൈമി റൈൻഡേഴ്സ് എന്ന് പറയുന്ന സിംഗിൾ പേരുമായിട്ടാണ് യുവന്റസ് ആ മാച്ചിൽ സിറ്റി ആ മാച്ചിൽ ഇറങ്ങിയത്. മെയിൻ പ്ലേയേഴ്സിനെല്ലാം റെസ്റ്റ് കൊടുക്കുകയും ചെയ്തിരുന്നു. സോ ലെറ്റ്സ് സീ എന്തായാലും 2-0 വിക്ടറി നേടി. മോശമില്ലാത്തൊരു സ്റ്റാർട്ട്. ചെർക്കി കളിച്ച മാച്ചോടാണ്. സോ ചെർക്കി ഇന്നലെ ഇംപ്രസീവ് ആയിരുന്നു ചോദിച്ചാൽ അല്ല. ചെർക്കി ഇന്നലെ ടൂ മച്ച് ട്രൈ ചെയ്യുന്ന ഒരു മെയിൻ മാൻ ആവാൻ ടൂ മച്ച് ട്രൈ ചെയ്യുന്ന ഒരു ഒന്നും. പക്ഷേ ഫസ്റ്റ് മാച്ചാണ്, യങ്സ്റ്റർ ആണ്. സോ ലെറ്റ്സ് സീ ലെറ്റ് ഹിം അഡാപ്റ്റ് ടു ദ ടീം. അതുപോലെ തന്നെ നമ്മൾ പതുക്കെ ട്രാൻസ്ഫർ അപ്ഡേറ്റ്സിലോട്ട് കാണാനായിട്ടാണെങ്കിൽ എമി മാർട്ടിനസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് അങ്ങോട്ട്, അതായത് തനിക്ക് യുണൈറ്റഡിൽ ചേരാനാണ് താല്പര്യം എന്നുള്ള രീതി അറിയിച്ചതായിട്ട് ബെൻ ജേക്കബ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ മാൻ യുണൈറ്റഡ് ഇഡിയിൽ പ്രോഗ്രസ് ചെയ്യുന്നതോ മറ്റോ ഒന്നുമല്ല. ബട്ട് എമി മാർട്ടിനസിന്റെ പ്രിഫേർഡ് ഡെസ്റ്റിനേഷൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണെന്നാണ് വരുന്നത്. 40 million pounds ആണ് ആസ്റ്റൺ വില്ല അദ്ദേഹത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നതെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതുപോലെ ലീഡ്സ് യുണൈറ്റഡ് റോഡ്രിഗോ മുനീസിന് വേണ്ടി, ഫുള്ളാമിന്റെ ഫോർവേഡായ റോഡ്രിഗോ മുനീസിന് വേണ്ടി 32 million pounds ഒരു ബിഡ് വിടുകയും അത് ഫുള്ളാം റിജക്ട് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. അതുപോലെ ലൂയിസ് കെല്ലി നമുക്കറിയാം ലാസ്റ്റ് ഇയർ ഓഫീസ് കോൺട്രാക്ട് ആണ്. 2026 ആൾ ഫ്രീ ഏജന്റ് ആവും. സോ ആൾ റയൽ മാഡ്രിഡ് മറ്റ് ക്ലബ്ബുകൾ ഇൻട്രസ്റ്റഡ് ആണെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു. സോ ഇപ്പോൾ അത്ലറ്റിക്കിന്റെ ഡേവിഡ് ഓൺസ്റ്റീൻ റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം പേഴ്സണൽ ടൈംസ് എല്ലാം അഗ്രി ചെയ്തു. കോൺട്രാക്ട് എക്സ്റ്റൻഷൻ വൺ ഓഫ് ദ ഹയസ്റ്റ് പ്ലേഡ് യങ്സ്റ്റർ ആയി മാറും ലൂയിസ് കെല്ലി എന്നാണ് കേൾക്കുന്നത്. ആർസണലുമായിട്ട് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുക എത്ര നാളത്തേക്കാണെന്നുള്ള റിപ്പോർട്ട് വന്നിട്ടില്ല. ബട്ട് ഡിസിഷൻ ഓൾമോസ്റ്റ് മെയ്ഡ് എന്ന് കേൾക്കുന്നു. അതുപോലെ തന്നെ ചെൽസി ജാവോ പെഡ്രോ റേസിൽ എൻ്റർ ആയതായിട്ട് ഫാബ്രിസിയോ റൊമാനോയും മറ്റ് ജേർണലിസ്റ്റുകളും എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ന്യൂകാസൽ യുണൈറ്റഡിന്റെ പ്രയോറിറ്റി ടാർഗറ്റ് ആണ് ജാവോ പെഡ്രോനെ സെല് ചെയ്യാനായിട്ട് റെഡി ആണെന്നുമാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ബ്രൈറ്റൺ 70 million pounds അറൗണ്ട് ഒരു പാക്കേജ് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് കേൾക്കുന്നു. സോ ചെൽസി ഇപ്പം റേസിൽ എൻ്റർ ആയതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ടീബോ കോർട്ടുവ 2028 വരെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് ഡിസിഷൻ എടുത്തിരിക്കുകയാണ്. പാർട്ടീസ് എല്ലാം റയലും ടീബോ കോർട്ടുവയ്ക്കിടയിൽ അഗ്രിമെന്റ് എത്തിയിരിക്കുകയാണ്. 36 വയസ്സായിരിക്കും ടീബോ കോർട്ടുവയ്ക്ക് 2028 ആകുമ്പോൾ. അതുപോലെ തന്നെ ജോൺ ഗാർഷ്യനെ ഒഫീഷ്യലി ബാർസലോണ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ജോൺ ഗാർഷ്യ ഒഫീഷ്യലി എസ്പാനിയോളിനോട് താൻ വിടുകയാണെന്നും ബാർസ ജോയിൻ ചെയ്യുകയാണെന്നുള്ള രീതിയിലൊരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട്. സോ എവറിത്തിങ് ഈസ് ഒഫീഷ്യൽ. അതുപോലെ തന്നെ ബയൺ മ്യൂണിക്ക് നമുക്കറിയാം നിക്കോ വില്യംസ് ഡീല് നടക്കുക ഇപ്പോൾ ബുദ്ധിമുട്ടായിട്ടാണ് കാണുന്നത്. എസ്പെഷ്യലി കഴിഞ്ഞ ദിവസം ലപ്പോട്ട വന്നിട്ട് തങ്ങൾ 1:1 റൂളിലാ എന്ന് ലപ്പോട്ട ഉറപ്പിച്ചു പറയും. ഞങ്ങൾ 2 ഡീൽസിൽ വർക്ക് ചെയ്യുകയാണെന്ന്, അതുകൊണ്ട് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമെന്ന് ആൾ പറയുകയും ചെയ്തു. അതിലൊരു ഡീല് നിക്കോയാണെന്നും റിപ്പോർട്ടുകൾ സ്ട്രോങ് ആണ്. മറ്റേതാരാണെന്ന് അറിയത്തില്ല. വാൻഡർസൺ, പെർസിച്ച്, ഇവൻ റാഷ്ഫോർഡ് ലിങ്ക്സും കേൾക്കുന്നുണ്ട്. സോ ഇപ്പം മിറ്റോമ ആൻഡ് കോഡി ഗ്യാപ്കോ. സോ ഇതിലെ ഏത് ഡീല് നടന്നാലായിരിക്കും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നതെന്ന് പറയാം. ഐ തിങ്ക് കോഡി ഗ്യാപ്കോനെ ലിവർപൂൾ വിടാനായിട്ടുള്ള സാധ്യത തള്ളിക്കളയേണ്ട. ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്ന 75 million pounds മുകളിലൊരു ഓഫർ വരികയാണെങ്കിൽ ലിവർപൂൾ മൈറ്റ് കൺസിഡർ സെല്ലിംഗ് കോഡി ഗ്യാപ്കോ എന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സോ ലെറ്റ്സ് സീ. അതുപോലെ തന്നെ മിറ്റോമേനെയും ബ്രൈറ്റൺ വിൽക്കാൻ റെഡിയാണ്. സോ നമുക്ക് നോക്കാം എന്താവുമെന്ന്. അതുപോലെ തന്നെ ഹ്യൂമിൻസണിന് വേണ്ടി അൽ നാസർ, അൽ അഹ്ലി, അതുപോലെ അൽ ഖ്വാദിഷ എന്ന് പറയുന്ന 3 ക്ലബ്ബുകൾ, 3 സൗദി അറേബ്യൻ ക്ലബ്ബുകളും ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. സോ ലെറ്റ്സ് സീ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു. സോ ഇതൊക്കെയാണ് ട്രാൻസ്ഫർ ലോകത്ത് വരുന്ന ഇന്നലത്തെ വാർത്തകളും മറ്റുമൊക്കെ. സോ അതുപോലെ തന്നെ മുഡ്രിക്കിന് 4 year ബാൻ കിട്ടാനായിട്ടുള്ള സാധ്യത വളരെ ഹൈ ആണെന്ന് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പുള്ളിക്ക് അഗെയിൻസ്റ്റ് ആണ് വെർഡിക്റ്റുകൾ കേൾക്കുന്നു. സോ നമുക്കറിയാം കുറേ നാളായിട്ട് ആൾ സസ്പെൻഡഡ് ആണ്. സോ അതിനി 4 year ബാനിലോട്ട് മാറുമെന്നാണ് കേൾക്കുന്നത്. അതുപോലെ തന്നെ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാനായിട്ട് വിട്ടുപോയി, സോറി. ഇസാക്ക് ഡീലിൽ ലിവർപൂൾ സീരിയസ്ലി ഇൻട്രസ്റ്റഡ് ആണ്. ആ ഡീല് പ്രോഗ്രസ് ചെയ്യുന്നതായിട്ട് വാർത്തകൾ ഇപ്പം കൂടി വരുന്നുണ്ട്. സോ ഇസാക്ക് ടു ലിവർപൂൾ ഹാപ്പൻ ചെയ്യാനായിട്ടുള്ള സാധ്യത ഇപ്പം പ്രോസ്പർ ചെയ്ത് വരുവാണ്. എക്കിറ്റിക്കെ ഡീലിൽ യുണൈറ്റഡ് പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. ലിവർപൂൾ ആ ഡീൽ ഇതുവരെ എൻ്റർ ചെയ്തിട്ടില്ല. എന്നോട് വൺ ഓഫ് ദ റീസൺ ബിഹൈൻഡ് ദ സീൻസ് അവർ ഇസാക്കിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ സ്ട്രോങ്ലി വരുന്നുണ്ട്. സോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാൻ. അതുവരെയും